ഇന്ന് നമുക്ക് ദേവകി നന്ദന വാസുദേവ എന്ന സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഒരു പെണ്ണിന് ഒരു പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങൾ ജനിച്ചു. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുൻപ് ആ ഒരു പെണ്ണിന്റെ സഹോദരനാണെങ്കിൽ കാശിക്ക് പോയിരുന്നു. അവിടെയുണ്ടായിരുന്ന ഒരു അഘോരിയാണെങ്കിൽ നിന്റെ സഹോദരിക്ക് ജനിക്കുന്ന 3ാമത്തെ കുഞ്ഞിനാൽ നിന്റെ അന്ത്യം സംഭവിക്കുമെന്ന് സഹോദരനോട് പറഞ്ഞിരുന്നു. അത് കേട്ട സഹോദരനാണെങ്കിൽ സഹോദരിയോട് ആദ്യത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയതല്ലേ ഉള്ളൂ, അതോടുകൂടി ഇനി പ്രസവം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ സഹോദരിക്ക് ഒരു പ്രസവത്തിൽ 3 കുഞ്ഞു ജനിച്ചു. സഹോദരൻ അറിയില്ല. 3 കുഞ്ഞുങ്ങളിൽ 2 പേരെയും വീട്ടിൽ ആരും അറിയാതെ സഹോദരി വളർത്തി. അതിനുശേഷം അവിടെ എന്തൊക്കെ സംഭവിച്ചു? ഓരോ നിമിഷവും ഞെട്ടലോടെയാണ് കഥ മുന്നോട്ട് പോകുന്നതും. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു സ്വാമി കൃഷ്ണശില ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് ആ സ്വാമി പറയുന്നത് ഇതുപോലൊരു കൃഷ്ണശില വേറെ ആരും ഉണ്ടാക്കി കാണില്ല എന്നാണ്. കാരണം എന്തെന്നാൽ, സാധാരണ ഒരു കൃഷ്ണശിലയിൽ കൃഷ്ണന്റെ കയ്യിൽ പുല്ലാങ്കുഴലാണല്ലോ ഉള്ളത്. എന്നാൽ ഈ ഒരു കൃഷ്ണശിലയിൽ കൃഷ്ണന്റെ കയ്യിൽ ചക്രമാണ് ഇരിക്കുന്നത്. എന്നിട്ട് ആ സ്വാമി പറയുന്നുണ്ട്, തെറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർ ഈ ഒരു കൃഷ്ണശിലയും അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ചക്രവും കണ്ടാൽ ഭയപ്പെടും. അഥവാ അതും മറികടന്ന് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യുവാൻ കൃഷ്ണൻ ഭൂമിയിൽ അവതരിക്കുമെന്നും ആ സ്വാമി പറയുന്നു. എന്നിട്ട് അവിടെ ഒരു അമ്പലം കെട്ടുകയാണ്. ആ അമ്പലത്തിനെ കേന്ദ്രീകരിച്ച് അവിടെ ഒരു ഗ്രാമം തന്നെ രൂപപ്പെടുന്നു. ആ ഗ്രാമത്തിൽ ഒരു സെമീന്ദാർ ഉണ്ടായിരുന്നു. ഈ സെമീന്ദാറിന് നിറയെ ഭൂമിയും ഉണ്ടായിരുന്നു. ആ ഭൂമിയിൽ ഈ സെമീന്ദാർ കൃഷി ഇറക്കാറുണ്ടായിരുന്നു. എന്നാൽ ആ ഗ്രാമത്തിലുള്ള വലിയ പണക്കാരനായ കംസരാജു എന്നൊരാളാണെങ്കിൽ ഈ സെമീന്ദാറിന്റെ ഭൂമി തട്ടിയെടുക്കുവാനായി ശ്രമിക്കുകയാണ്. അതറിയുന്ന സെമീന്ദാറാണെങ്കിൽ കംസരാജുവിനെ തടഞ്ഞ് തന്റെ ഭൂമിയിലെല്ലാം വേലി വെക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, കംസരാജു തന്നെ അതിക്രമിച്ച് ഭൂമി തട്ടിയെടുക്കുന്നതിനാൽ കംസരാജുവിന്റെ പേരിൽ ആ ഒരു സെമീന്ദാറാണെങ്കിൽ കേസും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വശത്ത് കംസരാജുവിന്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ വലിയൊരു ഹോമം നടക്കുകയാണ്. കംസരാജുവിന്റെ സഹോദരി ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. സഹോദരിക്ക് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോമം കംസരാജു നടത്തുന്നത്. കംസരാജുവിന് സഹോദരി എന്ന് വെച്ചാൽ ജീവനാണ്. കുഞ്ഞിലെ സഹോദരിക്ക് എന്തോ ഒരു അസുഖം വന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് മാറാതായപ്പോൾ ആ ഒരു സ്വാമിയാണ് സഹോദരിയെ നേരെയാക്കി കൊടുത്തതും. അങ്ങനെയാണ് സ്വാമിയെ കൊണ്ടിപ്പോൾ പൂജയും നടത്തുന്നത്. കംസരാജുവിന്റെ സഹോദരിയോടുള്ള സ്നേഹം നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇത്രയും വലിയ പൂജ സഹോദരിക്ക് വേണ്ടി നടത്തുന്ന സമയത്തും ആ പൂജയിൽ പങ്കെടുക്കാൻ കംസരാജുവില്ല. എന്നാൽ കംസരാജു ആ ഒരു സെമീന്ദാറിനടുത്തേക്ക് പോയിരിക്കുകയാണ്. സെമീന്ദാർ ആണെങ്കിൽ കംസരാജു തട്ടിയെടുത്ത ഭൂമിയിലെല്ലാം വേലി വെച്ചിരിക്കുകയാണല്ലോ, അത് ചോദ്യം ചെയ്യുവാനായി പോയിരിക്കുകയാണ്. എന്നാൽ ആ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് കുറെ പോലീസുകാർ വരും. കംസരാജുവിന്റെ പേരിൽ ആ ഒരു സെമീന്ദാർ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. മാത്രവുമല്ല, ആ സെമീന്ദാറിനെ കംസരാജു കൊന്നിരിക്കുന്നു. അതുകൊണ്ട് കംസരാജുവിനെ അറസ്റ്റ് ചെയ്യുവാനായി എത്തിയിരിക്കുകയാണ്. മറ്റൊരു വശത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് കാണിക്കുന്നത്. കംസരാജു സെമീന്ദാറിന്റെ ഭൂമി തട്ടിയെടുത്തല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള തർക്കങ്ങളൊക്കെ അവിടെ നടന്നു. എന്നാൽ ഈ കംസരാജു ആണെങ്കിൽ അവിടെ വെച്ച് സെമീന്ദാറിനെ കൊന്നുകളയും. തന്റെ നേർക്ക് എന്ത് വന്നാലും അവരെയെല്ലാം കൊന്നൊതുക്കുക, അത് തന്നെയാണ് കംസരാജുവിന്റെ പോളിസി. അങ്ങനെ ഒരുപാട് പേരെ കംസരാജു കൊന്നിട്ടുണ്ട്. തിരികെ തന്റെ വീട്ടിലേക്ക് എത്തുന്ന കംസരാജുവിനെ കാത്ത് അവിടെ പോലീസ് ഉണ്ടായിരുന്നു. സെമീന്ദാറിനെ കൊന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാനാണ് എത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ കംസരാജു ചോദിക്കുന്നത്, ഞാൻ കൊല്ലുന്നത് കണ്ട സാക്ഷി വല്ലതുമുണ്ടോ, അതോ തെളിവ് വല്ലതുമുണ്ടോ? ഇല്ലല്ലോ, അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു കംസരാജുവിന്റെ മറുപടി. പറയുന്നത് സത്യമാണ്, ഒരു തെളിവുമില്ല, സാക്ഷിയുമില്ല, പിന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യാനാ? കംസരാജു എത്ര വലിയ തെറ്റ് ചെയ്താലും അതിന്റെ പാപമോക്ഷത്തിന് വേണ്ടിയിട്ട് ഗംഗയിൽ മുങ്ങിക്കുളിക്കുവാനായും പോകും. അങ്ങനെ ഗംഗാ നദിയുടെ തീരത്തേക്ക് എത്തിയ കംസരാജു കണ്ടത് അവിടെ ഒരു അച്ഛനും ഒരമ്മയും അവരുടെ മകളും കൂടി വന്ന സമയത്ത് അച്ഛനാണെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന അഘോരിയാണെങ്കിൽ ആ അച്ഛന്റെ ഡെഡ് ബോഡിക്ക് കുറുകെ നടന്നു പോകുമ്പോൾ അച്ഛന്റെ ആത്മാവ് തിരികെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് ആ ഒരു അഘോരി അച്ഛന്റെ മകളോട് പറയുന്നത്, നിന്റെ അച്ഛന് ഇനി കുറച്ചു നാൾ കൂടി ആയുസുണ്ട്, അച്ഛനെ നന്നായി നോക്കിക്കൊള്ളണം എന്നായിരുന്നു പറഞ്ഞതും. അതെല്ലാം കംസരാജു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് കാണുന്ന കംസരാജുവിനും തന്റെ ജീവിതത്തെ പറ്റിയൊക്കെ അറിയണം എന്നൊരാഗ്രഹമുണ്ടായി. അഘോരിക്ക് അടുത്തേക്ക് എത്തി അതിനെപ്പറ്റി തിരക്കുന്ന സമയത്ത് കംസരാജുവിനോട് ആ ഒരു അഘോരി പറയുന്നത്, നീ ഒരുപാട് തെറ്റുകൾ നിന്റെ ഈ ജീവിതത്തിൽ നീ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ മരണം നിന്റെ സഹോദരിക്ക് ജനിക്കുന്ന 3ാമത്തെ കുഞ്ഞിലൂടെയാണെന്ന് പറയുന്നു. അത് കേട്ടതും കംസരാജു ഞെട്ടിപ്പോകും. കാരണം ഇപ്പോൾ സഹോദരി ആദ്യത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയതേയുള്ളൂ. 3ാമത്തെ കുഞ്ഞുവരെ പോകാതെ തടുത്തു നിർത്തണമെന്നും കംസരാജു ചിന്തിക്കുന്നു. അങ്ങനെ കംസരാജു നാട്ടിലേക്കും എത്തുകയാണ്. എന്നാൽ കംസരാജുവിനെ കാത്ത് അവിടെ പോലീസ് ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് കംസരാജു ചോദിച്ചിരുന്നത് സാക്ഷിയില്ലാതെ എന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യുമെന്നാണ്.
എന്നാൽ ഇന്ന് പോലീസ് സാക്ഷിയുമായാണ് എത്തിയിരിക്കുന്നത്. സെമീന്ദാറിന്റെ മകൻ കംസരാജുവിനെതിരെ സാക്ഷി പറഞ്ഞിരിക്കുകയാണ്. അത് കേൾക്കുന്നതും കംസരാജു ഞെട്ടിപ്പോകുന്നു. അങ്ങനെ കംസരാജുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് 20 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. നായകനായ കൃഷ്ണയുടെ അമ്മയാണെങ്കിൽ കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പെൺകുട്ടികളെ ആലോചിക്കുകയാണ്. പക്ഷെ ഒരു വിവാഹവും സെറ്റാകുന്നില്ല. ആ കാര്യമൊക്കെ അമ്മ ഒരാളോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് കൃഷ്ണയെ കാണിക്കുകയാണ്. കൃഷ്ണയാണെങ്കിൽ അവരുടെ ഗ്രാമത്തിലെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുവാനായി നിൽക്കുന്നു. എന്തെന്നാൽ അവിടെ ഒരു കളം ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ ഒരു പുല്ലാങ്കുഴലുണ്ട്. ആ പുല്ലാങ്കുഴലെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഉറി അടിച്ച് പൊട്ടിക്കണം. അത് പൊട്ടിക്കുന്ന ആൾ വിജയിയാകുന്നു. എന്നാൽ അതിൽ പങ്കെടുക്കുവാനായിട്ട് രംഗ എന്നൊരു ഗുണ്ടയും എത്തുകയാണ്. ആ നാട്ടിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ഗുണ്ടയാണ് ഈ രംഗ. എന്നാൽ രംഗയെ വെട്ടിച്ച് കൃഷ്ണയാണെങ്കിൽ ആ ഒരു മത്സരത്തിൽ വിജയിക്കും. അത് കാരണം രംഗയ്ക്ക് കൃഷ്ണയോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു. അവിടെ നിന്നും കൃഷ്ണയ്ക്കും രംഗയ്ക്കും ഇടയിൽ പക വളരുകയാണ്. മറ്റൊരു വശത്ത് കൃഷ്ണയുടെ അമ്മയാണെങ്കിൽ ഒരു ജോത്സ്യനെ കാണാനെത്തും. കൃഷ്ണയുടെ വിവാഹം സംബന്ധിച്ച കാര്യം നോക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആ ജോത്സ്യൻ പറയുന്നത് കൃഷ്ണയുടെ സമയം ഇപ്പോൾ ശരിയല്ല, കുറച്ചുനാള് അവനെ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയുന്നു. മരണം വരെ സംഭവിക്കുമെന്നും ജോത്സ്യൻ പറയും. അത് കേട്ട് അമ്മ ഞെട്ടിപ്പോകും. അമ്മ പറയുന്നത്, എനിക്ക് 3 കുഞ്ഞുങ്ങൾ ജനിച്ചു, അതിൽ 2 പേരും മരണപ്പെട്ടു. 3ാമത്തെ കുഞ്ഞാണ് ഇവൻ. എന്റെ ഭർത്താവും മരണപ്പെട്ടു പോയി. എനിക്ക് ആകെയുള്ളത് എന്റെ മകനാ. അവനെ കൂടി നഷ്ടപ്പെട്ടാൽ എനിക്കത് താങ്ങാനാകില്ല. ഇതിന് പരിഹാരമായി എന്തെങ്കിലും ഏലസുണ്ടോ എന്നും അമ്മ ചോദിക്കുമ്പോൾ സ്വാമി ഒരു ഏലസും ജപിച്ച് അമ്മയ്ക്ക് കൊടുക്കുന്നു. അമ്മ അത് കൃഷ്ണയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കും. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, കുറച്ചു നാളത്തേക്ക് നീ യാതൊരുവിധ പ്രശ്നത്തിനും പോകരുതെന്നും അവനെ ഉപദേശിക്കുന്നു. എന്നാൽ അന്ന് കൃഷ്ണ പോയത് കൂട്ടുകാരന്റെ കല്യാണം കൂടുവാനായിട്ട് അമ്പലത്തിലേക്കായിരുന്നു. അവിടെ വെച്ച് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അവൻ കാണും. അവളുടെ പേരാണ് സത്യ. ദൈവത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കവേ തന്നെ സ്വാമിയാണെങ്കിൽ ഭസ്മമൊക്കെ കൊടുക്കുവാനായി വരും. എന്നാൽ ആ ഭസ്മം വാങ്ങാനായി കൈ നീട്ടുന്ന കൃഷ്ണയുടെ കയ്യിലെ ആ ഒരു ഏലസുണ്ടല്ലോ അതഴിഞ്ഞ് തട്ടിലേക്ക് വീഴും. തട്ടിലുണ്ടായിരുന്ന പൂവും ഏലസും എല്ലാം ചേർത്ത് സത്യയുടെ കയ്യിലാണ് പൂജാരി കൊടുത്തതും. പൂവിനൊപ്പം ഏലസുണ്ടെന്നറിയാതെ സത്യ എതിർത്ത് തലയിൽ ചൂടും. എന്നാൽ അത് കൃഷ്ണ കാണുകയാണ്. കൃഷ്ണ സത്യയെ വിളിച്ചു നിർത്തിയിട്ട്, എന്റെ കയ്യിലെ ഏലസ നിങ്ങളുടെ തലയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ആ ഏലസ് എടുത്തിട്ട് ഒന്ന് കയ്യിൽ കെട്ടിത്തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ സത്യ അവന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു. അവിടെ വെച്ചാണ് രണ്ടാളും ആദ്യമായിട്ട് സംസാരിക്കുന്നതും പരിചയപ്പെടുന്നതും. കല്യാണത്തിന് വിഷമിച്ചിരിക്കുന്ന പെണ്ണിനോട് കൃഷ്ണ ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലേ? അപ്പോൾ അവൾ പറയുന്നത്, താല്പര്യമുണ്ട്, ഞങ്ങൾ 2 പേരും പ്രണയിച്ചല്ലേ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ കൃഷ്ണ ചോദിക്കും, പിന്നെന്താ നിനക്ക് വിഷമം? കല്യാണം കഴിക്കുന്നതിലാണോ? ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ വരുന്ന സമയത്ത് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുണ്ട്. പക്ഷെ ഇവന്റെ വീട്ടിൽ നിനക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. നീ അതോർത്ത് ഒരിക്കലും വിഷമിക്കരുത്. ഇവൻ നിനക്ക് ഫുൾ ഫ്രീഡവും തരുമെന്നും അവൻ പറയുന്നു. അതെല്ലാം കേൾക്കുന്ന സത്യയ്ക്ക് കൃഷ്ണയോട് ഒരു അട്രാക്ഷനൊക്കെ തോന്നുകയാണ്. നടന്നു പോവുകയായിരുന്ന സത്യയുടെ കാതിലെ കമ്മലാണെങ്കിൽ തറയിൽ വീഴും. അതെടുത്തു കൊടുക്കുന്നത് കൃഷ്ണയായിരുന്നു. എന്നാൽ ആ കമ്മല് വാങ്ങി സത്യ നേരെ കയറി പോകുന്നത് ആ രംഗയുടെ കാറിലായിരുന്നു. അത് കാണുന്നതും കൃഷ്ണയ്ക്ക് ദേഷ്യം വരും. ഇവളെന്തിനാ ഈ രംഗയുടെ കാറിൽ കയറി പോകുന്നത്? ഇവർ തമ്മിൽ എന്തായിരിക്കും ബന്ധമെന്നൊക്കെ കൃഷ്ണ ചിന്തിക്കും. സത്യയോട് അടുക്കണമെങ്കിൽ രംഗയെ എങ്ങനെയെങ്കിലും വളയ്ക്കണമെന്നും കൃഷ്ണ തീരുമാനിക്കുന്നു. അങ്ങനെ രംഗയുടെ അടുത്തെത്തിയിട്ട് കൃഷ്ണ പറയുന്നുണ്ട്, അണ്ണാ, നിങ്ങളെ തോൽപ്പിച്ചതിന് എന്റെ കൂട്ടുകാർ വരെ എന്നെ വഴക്ക് പറയുന്നുണ്ട്. അണ്ണൻ എന്നോട് ക്ഷമിക്കേ. ഞാൻ ഇനി അണ്ണനെ ഒരിക്കലും തോൽപ്പിക്കില്ല. അണ്ണനാണ് ഏറ്റവും വലിയ ആള് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി തന്നെ സംസാരിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, അണ്ണാ, എന്താവശ്യം വന്നാലും എന്നെ വിളിക്കെന്ന് പറഞ്ഞിട്ട് അവന്റെ നമ്പർ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ കാറിൽ സത്യ ഉണ്ടായിരുന്നു. സത്യ ആ നമ്പറാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുന്നുമുണ്ട്. എന്നിട്ട് അവൾ പുഞ്ചിരിക്കുന്നുമുണ്ട്. സത്യ കേൾക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണ മനഃപൂർവ്വം ഉറക്കെ നമ്പർ പറഞ്ഞുകൊണ്ടേയിരുന്നതും. അടുത്ത ദിവസവും അമ്പലത്തിൽ വെച്ച് അവർ 2 പേരും കാണും. ആ അമ്പലത്തിനുള്ളിലാണെങ്കിൽ ഒരാൾ തന്റെ ഗർഭിണിയായ ഭാര്യയെ തല്ലുന്നുണ്ടായിരുന്നു. അതിലിടപെട്ട കൃഷ്ണയാണെങ്കിൽ അയാളെ ഒരുപാട് ഉപദേശിക്കും. അതെല്ലാം കേൾക്കുന്ന സത്യയ്ക്ക് അവനോട് വീണ്ടും ഒരു അട്രാക്ഷനും തോന്നുകയാണ്. കാറിൽ കയറിപ്പോയ സത്യയാണെങ്കിൽ അവനൊരു മെസ്സേജ് അയക്കും. അന്നു മുതൽ അവർ 2 പേരും പ്രണയിക്കുവാനായി ആരംഭിച്ചു. ഇവരുടെ 2 പേരുടെയും പ്രണയം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ കഥയിലൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ പോകെ ഇവളെയാണല്ലോ ഞാൻ പ്രണയിച്ചത് എന്നൊരു തോന്നൽ കൃഷ്ണയ്ക്കുണ്ടാകുന്നു. അതെന്തെന്ന് നമുക്ക് വഴിയെ മനസ്സിലാകും. പിന്നീട് കാണിക്കുന്നത് ജയിലിൽ കിടക്കുന്ന കംസരാജുവിനെയാണ്. കംസരാജുവിനെ അന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയല്ലോ. കംസരാജുവിനെ 14 വർഷത്തേക്കാണ് കോടതി ശിക്ഷിച്ചതും. എന്നാൽ ഈ കംസരാജുവാണെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്ത ആ ഒരു പോലീസ് ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അയാളോട് ദേഷ്യം ഉണ്ടായിരുന്നതിനാൽ കോടതി വളപ്പിലിട്ട് പോലീസ് ഇൻസ്പെക്ടറിനെ കൊന്നുകളയുന്നു. അത് കാരണം വീണ്ടും കോടതി ശിക്ഷ നേടി. ഒരിക്കൽ സത്യയെ കാണുന്ന കൃഷ്ണയാണെങ്കിൽ അവളോട് മിണ്ടുവാനായി ചെല്ലും. എന്നാൽ അവളാണെങ്കിൽ താൻ ആരാ എന്നൊക്കെ ചോദിക്കുകയാണ്.
കൃഷ്ണയെ അറിഞ്ഞൂടാത്ത വിധം സത്യ പെരുമാറുന്നു. കൃഷ്ണയ്ക്കാണെങ്കിൽ മനസ്സിലാകുന്നതേയില്ല. വീണ്ടും കോളേജിന് മുന്നിൽ വെച്ചും സത്യയെ കാണുകയാണ്. അപ്പോഴും മിണ്ടുവാനായി ചെല്ലുന്ന സമയത്ത് ഒരു പരിചയമില്ലാത്തതുപോലെയാണ് അവൾ പെരുമാറുന്നതും. തലേ ദിവസം വരെ മെസ്സേജൊക്കെ അയച്ചു നടന്നിട്ട് ഇവൾക്ക് എന്നെ അറിയില്ലെന്നോ എന്നൊക്കെ കൃഷ്ണ ചിന്തിക്കും. അക്കാര്യം അവന്റെ കൂട്ടുകാരനോട് പറയുന്നു. രണ്ടും കൽപ്പിച്ച് അവളോട് സംസാരിക്കുവാനായും തീരുമാനിച്ച് കൃഷ്ണയാണെങ്കിൽ കോളേജിലേക്ക് കയറി ചെന്നു. അവളുടെ കയ്യിൽ പിടിച്ചിട്ട് നിനക്കെന്നെ അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ദേഷ്യം വന്ന സത്യയാണെങ്കിൽ അവന്റെ കവിളിൽ ഒരു അടിയങ്ങ് കൊടുക്കും. കൃഷ്ണയാണെങ്കിൽ എന്തോ പോലെ ആയി പോകുന്നു. അവൾ ഒരു പരിചയമില്ലാത്തതുപോലെയാണ് അവനോട് പെരുമാറുന്നതും. എന്താണ് സംഭവിക്കുന്നതെന്ന് കൃഷ്ണയ്ക്ക് മനസ്സിലാകുന്നതേയില്ല. അങ്ങനെ 21 വർഷത്തെ ശിക്ഷയെല്ലാം കഴിഞ്ഞ് കംസരാജ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ വിവരം സെമീന്ദാറിന്റെ മകൻ അറിയും. ആ വിളിച്ചാൽ പറയുന്നത്, കംസരാജ് പുറത്തിറങ്ങി, 21 വർഷത്തെ പകയ, ഉറപ്പായും നിങ്ങളെ കൊല്ലും. അതുകൊണ്ട് കുറച്ചു നാളൊന്ന് മാറി നിൽക്കുവാനായിട്ടും സെമീന്ദാറിന്റെ മകനോട് പറയുന്നു. സെമീന്ദാറിന്റെ മകന് ചെറിയൊരു പേടിയുണ്ട്. ജയിലിൽ നിന്നും ഇറങ്ങിയ കംസരാജു നേരെ എത്തിയത് സെമീന്ദാറിന്റെ വീട്ടിലേക്കായിരുന്നു. പക്ഷെ അവിടെ സെമീന്ദാറിന്റെ മകനില്ല. അവൻ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. അതേസമയം തന്നെ സെമീന്ദാറിന്റെ മകൻ കംസരാജുവിനെ വിളിച്ചിട്ട്, ഞാൻ നിന്നെ പേടിച്ചല്ല മാറിയിരിക്കുന്നത്. വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതിയാ ഞാൻ മാറി നിൽക്കുന്നത്. നീ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ലല്ലോ. നീ ഇപ്പോൾ വയസ്സായിരിക്കുകയല്ലേ. അതുകൊണ്ട് എന്നോട് കളിക്കാൻ നിൽക്കണ്ട. നിന്നെ ഞാൻ കൊന്നു കളയും എന്നൊക്കെ പറഞ്ഞ് കംസരാജുവിനെ സെമീന്ദാറിന്റെ മകൻ ഭീഷണിപ്പെടുത്തും. അതെല്ലാം കേട്ട് കംസരാജുവിന് ദേഷ്യം വരും. അവിടെ നിന്നും കംസരാജു തിരിച്ചു പോകുന്ന സമയത്ത് കംസരാജുവിന്റെ വണ്ടി പഞ്ചറാകുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു കൃഷ്ണ അതുവഴി ബൈക്കിൽ വരുന്നതും. സാർ, എത്ര നേരമാ ഇനി നിൽക്കാൻ പോകുന്നത്? വണ്ടി ശരിയാകുന്നത് വരെയല്ലേ? അതുവരെ എന്റെ ബൈക്കിൽ കയറി വാ, ഞാൻ കൊണ്ടാക്കി തരാമെന്നും പറയുന്നു. അങ്ങനെ കംസരാജു കൃഷ്ണയുടെ വണ്ടിയിൽ കയറി പോവുകയാണ്. പോകുന്ന സമയത്തെല്ലാം കംസരാജുവിനെ പറ്റി കൃഷ്ണ തിരക്കും. അപ്പോൾ കംസരാജ് പറയുന്നത്, ഞാൻ വരുന്നത് ജയിലിൽ നിന്നാണെന്ന്. എന്നാൽ കൃഷ്ണ പറയുന്നത്, ഇത്രയും പാവപ്പെട്ട മുഖവും വെച്ച് ജയിലിൽ നിന്ന് വരുന്നെന്നോ, നല്ല തമാശയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കംസരാജുവിന്റെ മൂല്യമറിയാതെ അവൻ ഇങ്ങനെ കളിയാക്കി സംസാരിക്കും. എന്നിട്ട് കൃഷ്ണ തന്നെ പറ്റി പറയും. എന്റെ അമ്മയ്ക്ക് മുഴുവൻ 3 മക്കളായിരുന്നു. 2 പേർ മരിച്ചുപോയി. ഏറ്റവും അവസാനത്തേത് ഞാനാ എന്നൊക്കെ കൃഷ്ണ പരിചയപ്പെടുത്തുന്ന സമയത്ത് കംസരാജുവിന് തന്റെ സഹോദരിയെ പറ്റി ഓർമ്മ വരും. അന്ന് ഒരു അഘോരി പറഞ്ഞിരുന്നല്ലോ, അവന്റെ സഹോദരിക്ക് ജനിക്കുന്ന 3ാമത്തെ കുട്ടിയാലാണ് കംസരാജുവിന് നാശമെന്ന്. അതെല്ലാം കംസരാജു ഓർക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്കും എത്തി. 21 വർഷങ്ങൾക്ക് ശേഷമാണ് കംസരാജ് തന്റെ വീട്ടിലേക്ക് പോകുന്നതും. പുറത്തുനിന്ന് ആ വീടൊക്കെ നോക്കിക്കാണുന്ന കൃഷ്ണയ്ക്ക് കംസരാജ് പറഞ്ഞത് സത്യമാണ്, ഇയാളെന്തോ വലിയ ദാതയാണെന്നൊക്കെ മനസ്സിലാകുന്നു. അവിടെ നിന്നും കൃഷ്ണ തിരിച്ചും പോകും. കംസരാജ് വീടിനുള്ളിലേക്ക് കയറി ചെന്നു. കംസരാജുവിനെ കണ്ടതും വേലക്കാരൊക്കെ വല്ലാതെ പേടിക്കുന്നു. മാത്രമല്ല കംസരാജുവിന്റെ സഹോദരിയായ ദേവകിയും അവനെ കണ്ടതും വല്ലാതെ പേടിക്കുവാനായും തുടങ്ങി. പിന്നീടൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. കാശിക്ക് പോയിട്ട് തിരികെ വീട്ടിലേക്ക് വന്ന കംസരാജുവാണെങ്കിൽ സഹോദരിയോടും സഹോദരിയുടെ ഭർത്താവിനോടും, നീ ഇപ്പോൾ ആദ്യത്തെ പ്രഗ്നന്റ് അല്ലേ, ഇതോടുകൂടി അവസാനിപ്പിച്ചേക്കണം. നിങ്ങൾക്ക് ഇനി 3ാമതൊരു കുഞ്ഞ് ജനിക്കാൻ പാടില്ല. 2ാമതൊരു കുഞ്ഞ് ജനിച്ചോ കുഴപ്പമില്ല, പക്ഷെ 3ാമതൊരു കുഞ്ഞ് പാടില്ല. അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ കൊന്നുകളയുമെന്നും കംസരാജ് പറഞ്ഞു. അത് കേട്ടതും ദേവകിയുടെ ഭർത്താവിന് ദേഷ്യം വന്നു. ഇവന്റെ പറയുന്നത് നീ കേട്ടോ? ഇതാണോ നിന്റെ സഹോദരന് നിന്നോട് ഒരുപാട് സ്നേഹമുള്ളത്? നീ ആദ്യത്തെ പ്രഗ്നന്റ് ആയതേ ഉള്ളൂ, അപ്പോൾ ദേ ഇങ്ങനെ പറയുന്നു, ഇവൻ നിന്റെ കുഞ്ഞിനെ കൊന്നുകളയുമെന്ന്. ഞാൻ അന്നേ പറഞ്ഞു, ആദ്യത്തെ പ്രസവമല്ലേ, എന്റെ വീട്ടിൽ നോക്കാമെന്ന്. നീയല്ലേ കേൾക്കാത്തത്? നിന്റെ സഹോദരൻ നോക്കുമെന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ എന്തായി? ദേ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചില്ല. അതിനു മുൻപ് നിന്റെ സഹോദരൻ പറയുന്നത് കേട്ടില്ലേ? ഞങ്ങൾക്ക് ചിലപ്പോൾ 3 അല്ല 10 കുഞ്ഞുങ്ങൾ ജനിക്കും. 10നെയും ഞങ്ങൾ തന്നെ വളർത്തും. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാൽ ചെയ്യെന്ന് പറഞ്ഞിട്ട് ദേവകിയും കൂട്ടി പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെ ദേവകിയുടെ കൺമുന്നിൽ വെച്ച് കംസരാജു ദേവകിയുടെ ഭർത്താവിനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് പറയുന്നത്, ഞാൻ ജീവനോടെ ഇരുന്നാൽ നിന്നെ ഞാൻ നന്നായി നോക്കും. എന്നാൽ നിന്റെ ഭർത്താവ് ജീവനോടുകൂടി ഇരുന്നാൽ നിനക്ക് കുഞ്ഞ് ജനിച്ചുകൊണ്ടേയിരിക്കും. അവൻ നിന്നെ നന്നായി നോക്കുവാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ദേവകിയുടെ ഭർത്താവിനെ കൊന്നുകളഞ്ഞതും. ദേവകിക്ക് ആ ഒരു കാഴ്ച താങ്ങുവാനായും പറ്റിയില്ല. കംസരാജുവിനെ ദേവകിക്ക് നല്ല പേടിയുമുണ്ട്. ദേവകിയുടെ പ്രസവം വീട്ടിലെടുക്കുവാനായിട്ടാണ് കംസരാജു തീരുമാനിച്ചതും. അങ്ങനെ ദേവകിക്ക് പ്രസവ വേദന വന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു കംസരാജുവിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് പോലീസ് ഇൻസ്പെക്ടർ വന്നതും. ആ ഒരു സെമീന്ദാറിനെ കൊന്ന കേസുണ്ടല്ലോ, അതിന് പോലീസ് കംസരാജുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിനു ശേഷമായിരുന്നു ദേവകി പ്രസവിച്ചതും. എന്നാൽ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. ദേവകി പ്രസവിച്ചത് 1 അല്ല 2 അല്ല 3 പെൺകുഞ്ഞുങ്ങളെയായിരുന്നു. ഒരേപോലെ ഇരിക്കുന്ന 3 പേർ. അതിലൊരാളാണ് സത്യ. എന്നാൽ ദേവകി പ്രസവിച്ചെന്നോ ദേവകിക്ക് എത്ര കുഞ്ഞുങ്ങൾ ജനിച്ചെന്നോ അതാണാണോ പെണ്ണാണോ എന്നൊന്നും കംസരാജുവിന് അറിയില്ല. കാരണം കംസരാജു ജയിലിലാണ്. എന്നാൽ ഇപ്പോൾ 21 വർഷങ്ങൾക്ക് ശേഷം കംസരാജ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ.
ദേവകി ആരും അറിയാതെയാണ് തന്റെ പെൺമക്കളെ വളർത്തുന്നതും. ദേവകി തന്റെ 3 പെൺമക്കളോടും പറയുന്നുണ്ട്, നിങ്ങളുടെ മാമൻ 21 വർഷങ്ങൾക്ക് ശേഷം ദേ ഇപ്പോൾ ജയിലിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെയും നമ്മൾ മറച്ച സത്യം അതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് അമ്മയും 3 പെൺമക്കളും സത്യം ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് എന്താണ് ആ സത്യം എന്നാണ്. ദേവകി 3 പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയല്ലോ. ദേവകിക്ക് വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. 3 പെൺകുഞ്ഞുങ്ങളാണ് ജനിച്ചത്. 3 കുഞ്ഞാണ് ജനിച്ചതെന്ന് കംസരാജ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ആ കുഞ്ഞുങ്ങളെ കൊന്നുകളയും. അത് പേടിച്ച് എങ്ങനെയെങ്കിലും തന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ച ദേവകിയാണെങ്കിൽ 2 കുഞ്ഞുങ്ങളെ കൂടക്കകത്തും വെച്ച് ഒരു കുഞ്ഞിനെ തന്റെ കയ്യിലും എടുത്ത് ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോകുവാനായും തീരുമാനിക്കുന്നു. എന്നാൽ ഈ കംസരാജു ജയിലിൽ പോകുന്നതിന് മുൻപ് തന്നെ തന്റെ അസിസ്റ്റന്റിനെ ദേവകിയെ നോക്കുവാനായിട്ട് ഏർപ്പാടാക്കിയിരുന്നു. എന്തെന്നാൽ ദേവകി ഒരിക്കലും വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ല എന്നൊരു തീരുമാനമായിരുന്നു കംസരാജു പറഞ്ഞു ഏൽപ്പിച്ചിരുന്നതും. ആയതിനാൽ കംസരാജുവിന്റെ അസിസ്റ്റന്റ് ദേവകിയോട് ഇവിടെ നിന്ന് പോകുവാനായി പാടില്ല, കംസരാജു നിങ്ങളെ നോക്കുവാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും ദേവകിയോട് പറയുന്നു. വേറെ വഴിയില്ലാതെ നിൽക്കുന്ന ദേവകിയെ കണ്ടിട്ട് ജോലിക്കാരി അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾക്ക് 3 കുഞ്ഞുങ്ങൾ ജനിച്ചതിൽ ഒരു കുഞ്ഞ് ജനിച്ചെന്ന് മാത്രം എല്ലാവരും അറിഞ്ഞാൽ മതി. ബാക്കിയുള്ള 2 കുഞ്ഞുങ്ങളെ ആരും അറിയാതെ നിങ്ങൾ വളർത്തണം. ഒരമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് എന്താണുള്ളത്? ആരും അറിയാതെ രഹസ്യമായിട്ട് മറ്റുള്ള 2 കുഞ്ഞുങ്ങളെയും വളർത്തണമെന്നും വേലക്കാരി പറഞ്ഞു. അതനുസരിച്ച് ആരും അറിയാതെ കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ടും ദേവകി തീരുമാനിക്കും. പക്ഷേ അതിനൊരു തടസ്സം എന്തെന്നാൽ കംസരാജുവിന്റെ ആളുകൾ വീടിനുള്ളിലൊക്കെ ഉണ്ടല്ലോ. അവരാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ആ കാര്യം കംസരാജ് പറയും. അതുകൊണ്ട് തന്നെ ദേവകി ഒരു തീരുമാനമെടുക്കും. കംസരാജ് ജയിലിൽ പോയതിനു ശേഷം ഇപ്പോൾ ആ വീടിനുള്ളിൽ സ്ത്രീകൾ മാത്രമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കംസരാജുവിന്റെ കൂട്ടാളികൾ ആരും വീടിന് പടി കടന്ന് അകത്തേക്ക് കയറുവാനായും പാടില്ല. അവരുടെ ഡ്യൂട്ടിയെല്ലാം പുറത്ത് മാത്രമായിരിക്കണമെന്നും ദേവകി പറയുന്നു. അക്കാര്യം അസിസ്റ്റന്റ് കംസരാജുവിനോട് ചെന്ന് പറയും. എന്നാൽ കംസരാജ് പറയുന്നത്, എന്റെ സഹോദരി എന്ത് പറയുന്നോ അത് നിങ്ങൾ അനുസരിക്കണം. പക്ഷെ എന്റെ സഹോദരി ആ വീട് വിട്ട് പുറത്തു പോകുവാനായി പാടില്ല. അത് നിങ്ങൾ നന്നായി നോക്കണമെന്നും അസിസ്റ്റന്റിനോട് പറഞ്ഞു ഏൽപ്പിക്കുന്നു. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ചെയ്യുകയാണ്. എന്നാൽ ഇപ്പോൾ 21 വർഷങ്ങൾക്ക് ശേഷം കംസരാജ് ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നല്ലോ. അമ്മയും മക്കളും ആ ടെൻഷനിലാണ്. വീട്ടിലേക്കെത്തിയ കംസരാജുവാണെങ്കിൽ തന്റെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഒരു പൂജ നടത്തുകയാണ്. ആ പൂജയിൽ പങ്കെടുക്കുവാനായിട്ട് സത്യയും ഉണ്ടായിരുന്നു. അപ്പോൾ പൂജാരിയാണെങ്കിൽ ഒരു തീർത്ഥം കംസരാജുവിന്റെ പിയയുടെ മകനായിട്ടുള്ള രംഗയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് വീട് മുഴുവൻ തളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ തീർത്ഥവുമായിട്ട് രംഗ അകത്തേക്ക് പോകും. അത് കാണുന്ന ദേവകിക്ക് വല്ലാതെ ടെൻഷനാക്കുവാനായും തുടങ്ങി. ബാക്കി 2 മക്കളെയും റൂമിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ. രംഗയാണെങ്കിൽ തീർത്ഥം തളിച്ച് ദേവകിയുടെ റൂമിലേക്കും എത്തി. റൂം തുറന്ന് അകത്തേക്ക് കയറുവാനായി നോക്കുന്ന സമയം 2 പെൺമക്കളും 2 ദിശയിലായിട്ട് എന്തോ ചിന്തിച്ചു നിൽക്കുകയാണ്. അതിലൊരു പെൺകുട്ടി ഓടിപ്പോയി കട്ടിലിനടിയിൽ ഒളിക്കുന്നു. എന്നാൽ റൂം തുറക്കുന്ന രംഗയാണെങ്കിൽ അതിലൊരു പെൺകുട്ടിയെ കാണും. അപ്പോൾ രംഗ ചോദിക്കുന്നുണ്ട്, നീയല്ലേ പൂജയിലിരിക്കുന്നത്, പിന്നെ നീ എങ്ങനെ റൂമിലെത്തി? അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത്, റൂം ഒരുപാട് ദൂരമൊന്നുമല്ലല്ലോ, ഇവിടെ അടുത്തല്ലേ, ഞാനൊരു ആവശ്യത്തിന് വന്നതാണ് എന്ന് പറയുന്നു. അത് കേട്ട് രംഗയാണെങ്കിൽ എന്നാൽ ശരിയെന്ന് പറഞ്ഞ് റൂമിനുള്ളിലായിട്ട് തീർത്ഥം തളിക്കുന്ന സമയത്ത് ജനലിലൂടെ പൂജയിൽ പങ്കെടുക്കുന്ന സത്യയെ കാണുന്നു. അത് കണ്ടതും അപ്പോൾ ഈ റൂമിൽ കണ്ടത് ആരെയാന്ന് രംഗ ചിന്തിക്കും. എന്നിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയെ അവിടെ കാണില്ല. അവൾ ഓടി വന്ന് കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നു. അപ്പോൾ രംഗ ചിന്തിക്കുന്നത് ചിലപ്പോൾ എന്റെ തോന്നലായിരിക്കും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്ന് കരുതി രംഗ റൂമിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. ഒരു ഭാഗ്യത്തിനാണ് 2 പേരും ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. റൂമിലിരിക്കുകയാണ് ദേവകിയും തന്റെ 3 മക്കളും ഈ സത്യമെല്ലാം അറിയാവുന്ന ആ ഒരു വേലക്കാരിയും. ദേവകി ആ ഒരു വേലക്കാരിയോട് പറയുന്നുണ്ട്, ഇത്രയും നാൾ ഞാൻ ആരും അറിയാതെ എന്റെ 3 പെൺമക്കളെയും വളർത്തി. ഇനി ഇവരുടെ കാര്യം എന്താകുമെന്ന് എനിക്കറിയത്തില്ല. ഇവരുടെ കാര്യം ഇനി ദൈവം നോക്കിക്കോട്ടെ എന്ന് ദേവകി പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. മറ്റൊരു വശത്ത് എന്തോ ഒരു കാര്യം സംബന്ധിച്ച് പുറത്തേക്ക് പോവുകയായിരുന്നു കംസരാജു. അപ്പോൾ കംസരാജുവിന്റെ മുഖത്തേക്ക് ആരോ മുളക് പൊടി എറിയും. എന്നിട്ട് കംസരാജുവിനെ തല്ലുവാനായും ആരംഭിക്കുന്നു. അത് മറ്റാരുമല്ല, ആ ഒരു സെമീന്ദാർ ഉണ്ടല്ലോ, സെമീന്ദാറിന്റെ മകന്റെ ആളുകളായിരുന്നു അത്. കംസരാജുവിനെ എങ്ങനെയെങ്കിലും കൊല്ലുക, അതായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ അവിടേക്ക് കൃഷ്ണ വരികയാണ്. കൃഷ്ണ അതിൽ നിന്നുമെല്ലാം കംസരാജുവിനെ രക്ഷിച്ചു. കംസരാജു കൃഷ്ണയെ കണ്ടതും ചോദിക്കുന്നുണ്ട്, എടാ നീയല്ലേ എനിക്കെന്നാ ലിഫ്റ്റ് തന്നത്, ഇപ്പോൾ ദേ നീ എന്നെ രക്ഷിച്ചിരിക്കുന്നു, ഒരുപാട് നന്ദിയുണ്ടെന്നും കൃഷ്ണയോട് പറയുന്നു. എന്നിട്ട് നന്ദി സൂചകമായി കൃഷ്ണയും കൂട്ടി തന്റെ വീട്ടിലേക്ക് വരും. വീട്ടിലെത്തുമ്പോഴാണ് കൃഷ്ണ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഈ കംസരാജുവിന്റെ സഹോദരിയുടെ മകളാണ് സത്യ. കൃഷ്ണ സത്യയെ പ്രണയിക്കുന്നതിനാൽ കംസരാജുവിന്റെ ഒരു കൂട്ടാളിയായിട്ട് കൃഷ്ണ ആ വീട്ടിൽ കയറി പറ്റും. എന്നാൽ അതേസമയം തന്നെ ആ വീട്ടിലേക്ക് ഒരു ജ്യോത്സ്യൻ വരികയാണ്.
എന്തെന്നാൽ കംസരാജു സത്യയ്ക്ക് വേണ്ടിയിട്ട് വിവാഹം ഉറപ്പിക്കുവാനായി പോവുകയാണ്. പയ്യനാരെന്നാൽ കംസരാജുവിന്റെ അസിസ്റ്റന്റിന്റെ മകനായ രംഗയ്ക്ക് വേണ്ടിയിട്ടാണ് കല്യാണം ആലോചിക്കുന്നതും. സത്യയെയും അവിടേക്ക് വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് നിന്റെ വിവാഹം ഞാൻ ഉറപ്പിക്കുവാൻ പോകുന്നു, പയ്യൻ ഈ രംഗയാണെന്ന് പറയുന്നു. അത് കേട്ടതും സത്യയ്ക്ക് ആകെ ദേഷ്യം വരും. ഇവനെ ഞാൻ എങ്ങനെ കിട്ടാനാ എന്നൊക്കെ അവൾ മനസ്സിൽ ചിന്തിക്കുമെങ്കിലും അത് പുറത്ത് കാണിക്കില്ല. എന്നാൽ ആ വിവരം കേട്ട് രംഗയ്ക്കാണെങ്കിൽ വല്ലാതെ നാണം വരും. അപ്പോൾ കൃഷ്ണ ചിന്തിക്കുന്നത്, ഇവളും ഞാനും തമ്മിൽ പ്രണയമല്ലേ, എന്നിട്ടേ ഇവളിപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു, ഇവൾ എന്നെ പറ്റിക്കുമായിരുന്നു എന്ന് ചിന്തിച്ച് കൂട്ടുകാർക്കടുത്തെത്തി അവൻ ഒരുപാട് മദ്യപിക്കും. എന്നിട്ട് അവൻ പറയുന്നത്, അവൾ എന്നെ ചതിക്കുമായിരുന്നു, അന്നവൾ കോളേജിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ അവൾ എന്നെ തല്ലി, അല്ലാതെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അവൾക്ക് എന്നെ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു. എനിക്ക് രണ്ടിലൊന്ന് അറിയണമെന്ന് പറഞ്ഞ് മദ്യപിച്ചുകൊണ്ട് തന്നെ അവൻ കംസരാജുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. അതേസമയം തന്നെ അമ്മയും തന്റെ 3 മക്കളും റൂമിൽ നിന്ന് ചർച്ച ചെയ്യുകയാണ്. അവർ 3 പേരും ദേവകിയോട് പറയുന്നുണ്ട്, അമ്മ, നമ്മൾ എന്ത് ചെയ്താലും ഒരുമിച്ചല്ലേ ചെയ്യൂ. എന്നാൽ ഇപ്പോൾ നമ്മളിൽ ഒരുത്തിയായ സത്യയ്ക്ക് കൃഷ്ണ എന്നൊരു പയ്യനെ ഇഷ്ടമാണ്. ഇവൾ അവനെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട്. രംഗയെ കല്യാണം കഴിക്കുവാനായിട്ട് ഇവൾക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം അവർ സംസാരിക്കുകയായിരുന്നു. അതേസമയം തന്നെയായിരുന്നു കൃഷ്ണ കുടിച്ച് ബോധമില്ലാതെ കംസരാജുവിന്റെ വീട്ടിലേക്ക് എത്തുന്നതും. അത് സത്യ കാണുന്നു. സത്യ ഉടനെ തന്നെ കൃഷ്ണയെ തന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ബാക്കിയുള്ള 2 പേരും കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുകയാണ്. ദേവകിയെ കണ്ട കൃഷ്ണ പറയുന്നുണ്ട്, അമ്മ, നിങ്ങളുടെ മകളെ ഞാൻ ഒരുപാട് പ്രണയിച്ചിരുന്നു, അവളും എന്നെ പ്രണയിക്കുന്നുണ്ട്. എന്നാൽ ദേ ഇപ്പോൾ രംഗയെ വിവാഹം കഴിക്കുവാനായി പോകുന്നു. ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോൾ പോലും ഇവൾ ഒന്നും മിണ്ടാതെ നിന്നു എന്നുള്ള കാര്യമൊക്കെ അവൻ പറയുന്നു. എനിക്ക് സത്യയെ ഒരുപാട് ഇഷ്ടമാണ്, അവളെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് കുടിച്ച് ബോധമില്ലാതെ നിൽക്കുന്ന കൃഷ്ണയാണെങ്കിൽ കട്ടിലിനടുത്തേക്ക് ചെന്നിരിക്കും. എന്നാൽ കട്ടിലിനടിയിലിരിക്കുന്ന ബാക്കി 2 പെൺകുട്ടികളെയും കൃഷ്ണ കാണുകയാണ്. അത് കണ്ടുകൊണ്ട് കൃഷ്ണയാണെങ്കിൽ ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്, കുടിച്ചു ബോധമില്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നതാണോ എന്നൊക്കെ അവൻ ചിന്തിക്കുന്ന സമയത്ത് അവരെ 2 പേരെയും സത്യ പുറത്തേക്ക് വിളിക്കും. എന്നിട്ട് എല്ലാ സത്യവും അവനോട് തുറന്നു പറയുന്നു. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ജനിച്ചവരാണ്. എന്നാൽ പുറത്തു വെച്ച് നിങ്ങൾ കാണുന്ന ബാക്കിയുള്ള 2 പെൺകുട്ടികളും എന്റെ 2 സഹോദരിമാരുമാ. കോളേജിൽ വെച്ച് കണ്ടത് എന്റെ 2ാമത്തെ സഹോദരി, പുറത്തു വെച്ച് കണ്ടത് എന്റെ 3ാമത്തെ സഹോദരി, അമ്പലത്തിൽ വെച്ച് കണ്ടത് എന്നെയാണെന്നും സത്യ പറയുന്നു. നിങ്ങൾ പ്രണയിച്ചതും എന്നെയാ. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പുറത്തു പോകാറില്ല. ഇപ്പോൾ ഒരു ദിവസം ഇവൾ പോയാൽ അടുത്ത ദിവസം അടുത്ത സഹോദരി പോകും, അടുത്ത ദിവസം ഞാൻ പോകും. അങ്ങനെയാ ഞങ്ങൾ 3 പേരും ഇവിടെ വളർന്നതെന്നും സത്യ പറയുന്നു. അത് കേട്ട് ദേവകിയാണെങ്കിൽ തന്റെ 3 മക്കളെയും എങ്ങനെയാണ് വളർത്തിയതെന്നും എല്ലാ സത്യവും തുറന്നു പറയുകയാണ്. തന്റെ സഹോദരൻ 3ാമത്തെ കുഞ്ഞിനെ കൊന്നു കളയുമെന്ന് പേടിച്ച് 3 പേരെയും ഞാൻ ആരും അറിയാതെ വളർത്തിയത്. തിങ്കളാഴ്ച ഒരാൾ സ്കൂളിൽ പോയാൽ ചൊവ്വാഴ്ച അടുത്ത ആൾ സ്കൂളിൽ പോകും, ബുധനാഴ്ച അടുത്തയാൾ സ്കൂളിൽ പോകും. എന്നിട്ട് ഓരോ ദിവസവും എന്താണ് പഠിപ്പിക്കുന്നതെന്ന് 3 പേരും ചർച്ച ചെയ്ത് പഠിക്കും. പിന്നെ ഒരാൾക്ക് അമ്പലത്തിൽ പോകണമെങ്കിൽ മറ്റൊരാൾക്ക് അടുത്ത ദിവസം അമ്പലത്തിൽ പോകും. അങ്ങനെ ഓരോ ദിവസവും എന്റെ ഓരോ മക്കളും പുറത്തു പോകുമായിരുന്നു. അത്രയും കഷ്ടപ്പെട്ടാണ് എന്റെ മക്കൾ വളർന്നതും. ബാക്കിയുള്ള പെൺകുട്ടികളെ പോലെ ഇവർക്കിവിടെ ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെയാണ് അവർ വളർന്നതും. എനിക്കതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണെന്നും അമ്മ പറഞ്ഞ് കരയുന്നു. അത് കേൾക്കുന്ന കൃഷ്ണ പറയുന്നത്, അമ്മ, ഭഗവാൻ കൃഷ്ണനായിട്ടാണ് എന്നെ അയച്ചിരിക്കുന്നത്. നിങ്ങളുടെ 3 മക്കളുടെയും സ്വാതന്ത്ര്യം എന്നിലൂടെ ആയിരിക്കുമെന്നും കൃഷ്ണ അമ്മയ്ക്ക് വാക്കു കൊടുത്തു. എന്നിട്ട് സത്യവുമായിട്ട് എങ്ങനെ ഈ ഒരു വിവാഹം മുടക്കാമെന്നും അവൻ പ്ലാൻ ചെയ്യുകയാണ്. കൃഷ്ണ പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രംഗയെ പേടിപ്പിക്കാമെന്നും അവനൊരു പ്ലാൻ ഇടുന്നു. അന്നേ ദിവസം രാത്രി തന്നെ സത്യയാണെങ്കിൽ രംഗയെ ഫോൺ വിളിച്ചിട്ട് എനിക്ക് 5 കിലോ ബിരിയാണി വേണമെന്ന് പറയുന്നു. അതനുസരിച്ച് രംഗയാണെങ്കിൽ 5 കിലോ ബിരിയാണി വാങ്ങി വീട്ടിലേക്ക് വരും. എന്നിട്ട് സത്യയോടൊപ്പം ഇരുന്ന് കഴിക്കും. കുറച്ച് കഴിച്ചിട്ട് സത്യയാണെങ്കിൽ രംഗയോട് കണ്ണു മൂടുവാനായും പറഞ്ഞു. രംഗ കണ്ണു മൂടുമ്പോൾ 2ാമത്തെ സഹോദരി വരും. എന്നിട്ട് രംഗ കണ്ണു തുറക്കുമ്പോൾ അവൾ ഇരുന്ന് ബിരിയാണി കഴിക്കും. വീണ്ടും കണ്ണു മൂടുവാനായി പറയും. അപ്പോൾ 2ാമത്തവൾ പോയിട്ട് 3ാമത്തവൾ ബിരിയാണി കഴിക്കുവാനായി എത്തും. എന്നിട്ട് വീണ്ടും രംഗയ്ക്കൊപ്പം ഇരുന്ന് ബിരിയാണി കഴിക്കും. അവൾ അത്രയും ആക്രാന്തത്തോടെ ബിരിയാണി കഴിക്കുന്നത് കണ്ട് പ്രേതങ്ങൾ ആഹാരം കഴിക്കും പോലെയാണല്ലോ ഇവൾ കഴിക്കുന്നതെന്ന് രംഗ ചിന്തിക്കും. അതിനുശേഷം കൈ കഴുകുവാനായി പോകുന്ന സമയത്തും ദേ അവിടെ നിൽക്കുന്നു വേറൊരാൾ. കഴിക്കുന്ന സ്ഥലത്തും വേറൊരാൾ ഇരിക്കുന്നു. അത് കണ്ടതും രംഗയ്ക്ക് പേടിയാകുവാനായി തുടങ്ങി. അത് തന്റെ തോന്നലാകുമെന്ന് രംഗ ചിന്തിക്കും. അതേസമയം തന്നെ ടവലെടുത്ത് മറ്റൊരാൾ കൊടുക്കും. അപ്പോൾ 3 പേരെ കാണുന്നു. അത് കണ്ടതും രംഗ പേടിച്ച് പ്രേതമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അവൻ പുറത്തേക്ക് ഇറങ്ങി ഓടും. വീട്ടിൽ ഒറ്റയ്ക്ക് വളർന്നു വളർന്ന് ഇവൾ പ്രേതമായോ എന്ന് ചിന്തിക്കുകയാണ് രംഗ. അതേസമയം തന്നെ കൃഷ്ണ അവനെ തടഞ്ഞു നിർത്തി. എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്ന സമയത്ത് ദേ ആ സത്യപ്രേതമാ, എനിക്ക് ഈ വിവാഹം വേണ്ട, എങ്ങനെയെങ്കിലും ഈ ഒരു വിവാഹം തടഞ്ഞു നിർത്തണമെന്നും രംഗ പറഞ്ഞിട്ട് ഇറങ്ങി ഓടുന്നു. അത് കേട്ടതും ആ 3 സഹോദരിമാരും കൃഷ്ണയും ഒക്കെ ഇരുന്ന് ഉറക്കി ചിരിക്കും.
ഒരിക്കൽ കംസരാജു സെമീന്ദാന്റെ മകന്റെ കൂട്ടാളിയെ വീട്ടിലേക്ക് കടത്തിക്കൊണ്ടുവന്നു. എന്നിട്ട് അവനെ ഒരുപാട് തല്ലിയിട്ട് എവിടെയുണ്ടടാ ആ സെമീന്ദാറിന്റെ മകനെന്ന് ചോദിക്കുകയായിരുന്നു. അതേ സമയമായിരുന്നു കൃഷ്ണയും സത്യയും അവിടേക്ക് വരുന്നതും. എന്നാൽ ആ ഒരു കൂട്ടാളിയാണെങ്കിൽ എഴുന്നേറ്റ് ചെന്ന് സത്യയുടെ കഴുത്തിൽ കത്തിവെച്ചിട്ട്, ദേ എന്നെ വെറുതെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവളെ ഞാൻ കൊല്ലുമെന്ന് വിരട്ടി. അതേസമയം കൃഷ്ണ അവിടെയുണ്ടല്ലോ. കൃഷ്ണ അയാളെ തല്ലിയിട്ട് സത്യയെ രക്ഷിക്കും. അന്നേ ദിവസം ദേവകിയുടെ റൂമിന് പുറത്തുകൂടെ നടന്നു പോവുകയായിരുന്ന കംസരാജുവാണെങ്കിൽ ദേവകിയുടെ റൂമിൽ നിന്നും ഒരുപാട് സ്ത്രീകളുടെ സംസാരം കേൾക്കുന്നു. ഈ വീട്ടിൽ നമുക്ക് ഒട്ടും സ്വാതന്ത്ര്യമില്ല, എങ്ങനെയാ ഇനി ഞങ്ങൾ അങ്ങോട്ട് ജീവിക്കുന്നത് എന്നൊക്കെ അവർ സംസാരിക്കുന്നത് കംസരാജു കേൾക്കുന്നു. ഇത്രയും സ്ത്രീകളുടെ സംസാരം എങ്ങനെയാ എന്നൊക്കെ ചിന്തിച്ച് കംസരാജു റൂം തള്ളി തുറന്നു നോക്കുന്ന സമയത്ത് ദേവകിയും തന്റെ 3 മക്കളും ഇരുന്ന് സംസാരിക്കുന്നതാണ് കംസരാജു കണ്ടത്. എടി ദ്രോഹി, നീ എന്നെ ഇത്രയും നാൾ ചതിക്കുകയായിരുന്നു, നിനക്ക് 3 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ച് 3 പെൺമക്കളെയും ദേവകിയുടെ മുന്നിൽ വെച്ച് കൊന്നുകളയുന്നു. പക്ഷെ അത് ദേവകിയുടെ സ്വപ്നമായിരുന്നു. സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നിട്ട് ദേവകിയാണെങ്കിൽ പൊട്ടിക്കരയും. എന്നിട്ട് തന്റെ 3 മക്കളും സേഫായി ഉറങ്ങുന്നത് കണ്ട് സന്തോഷിക്കുകയാണ് ദേവകി. സെമീന്ദാറിന്റെ കൂട്ടാളി സത്യയുടെ കഴുത്തിൽ കത്തിവെച്ചില്ലേ? അങ്ങനെ ഒരു പ്രശ്നത്തിൽ സത്യയുടെ കയ്യിലാണെങ്കിൽ ഒരു വലിയ മുറിവുണ്ടാവുകയാണ്. ആ മുറിവ് കാരണം പേടിച്ചവൾ റൂമിൽ നിന്നും പുറത്തിറങ്ങാതെ കിടക്കുകയായിരുന്നു. കംസരാജുവാണെങ്കിൽ സത്യയെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു. എന്നാൽ ഇറങ്ങി വന്നത് സത്യയുടെ മറ്റൊരു സഹോദരിയാണ്. അവൾ പേടിച്ച് റൂമിൽ കിടക്കുകയാണല്ലോ. എന്നാൽ കയ്യിലെ കെട്ടടിക്കുന്ന സമയത്ത് കൃഷ്ണയ്ക്കൊക്കെ വല്ലാത്ത പേടി. കാരണം 3 പേരും സംശയം തോന്നാതിരിക്കാൻ കയ്യിൽ കെട്ടിവെച്ചിരിക്കുകയാണല്ലോ. എന്നാൽ ഇപ്പോൾ കെട്ടഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കയ്യിൽ മുറിവ് കാണത്തില്ല. ഇനി എന്താ ചെയ്യുക എന്ന് ടെൻഷനിൽ നിൽക്കുകയായിരുന്നു കൃഷ്ണ. അതേസമയം തന്നെ ഡോക്ടർ കെട്ടഴിക്കുമ്പോൾ മുറിവ് കാണും. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് കൃഷ്ണ ചിന്തിക്കും. ദേവകിയും അപ്പോൾ ആശ്വസിക്കുന്നത് കാണിക്കും. എന്തെന്നാൽ അന്ന് സത്യയുടെ കയ്യിൽ മുറിവുണ്ടായല്ലോ. അപ്പോൾ ദേവകി തന്റെ മറ്റ് 2 പെൺമക്കളെയും വിളിച്ചു നിർത്തിയിട്ട്, ഒരുത്തി സന്തോഷിച്ചാൽ ബാക്കിയുള്ളവരും സന്തോഷിക്കും, ഒരുത്തിക്ക് ദുഃഖം വന്നാൽ ബാക്കി 2 പേർക്കും ദുഃഖം വരണം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാനായി പറ്റില്ല, നിങ്ങൾ മരണപ്പെടും. അതുകൊണ്ട് അവളുടെ കയ്യിൽ ഉണ്ടായതുപോലെ നിങ്ങളുടെ 2 പേരുടെയും കയ്യിൽ മുറിവുണ്ടാകണമെന്ന് പറഞ്ഞ് 2 പേരുടെയും കയ്യിൽ കത്തിക്കൊണ്ട് അമ്മ മുറിവുണ്ടാക്കുന്നു. അതെല്ലാം സത്യ സങ്കടത്തോടെ നോക്കി കാണുകയാണ് ചെയ്തതും. അത്രയും നരകതുല്യമായ ജീവിതമായിരുന്നു 3 പെൺമക്കളും അമ്മയും ആ വീട്ടിനുള്ളിൽ അനുഭവിച്ചു വന്നത്. അതെല്ലാം ഓർക്കുന്ന കൃഷ്ണയ്ക്ക് വല്ലാത്ത സങ്കടം. തന്റെ വീട്ടിൽ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്ന കൃഷ്ണയോട് അമ്മ വന്നിട്ട് എന്താ മോനെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണയാണെങ്കിൽ തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് അമ്മയോട് പറയും, അമ്മേ ഞാനൊരു ബുക്ക് വായിച്ചിരുന്നു. തന്റെ 3 പെൺമക്കളെയും പുറത്തിറക്കാനാകാതെ ഒരമ്മ ഒരു റൂമിലിട്ട് കഷ്ടപ്പെട്ട് പെൺമക്കളെ വളർത്തുന്നുവെന്ന് പറഞ്ഞ് അവരുടെ കഥ ഒരു കഥയായിട്ട് പറയുന്നു. അത് കേട്ട അമ്മ പറയുന്നത്, അയ്യോ മോനെ കഷ്ടമായി പോയല്ലോ, ഉറപ്പായിട്ടും ആ നായകനുണ്ടല്ലോ അവൻ അവരെ രക്ഷിക്കുമെന്നും അമ്മ പറയുന്നു. അത് കേട്ടതും എങ്ങനെയെങ്കിലും ആ 3 പെൺമക്കൾക്കും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കണമെന്നും കൃഷ്ണ ചിന്തിക്കും. അന്നേ ദിവസം രാത്രി തന്നെ സെമീന്ദാറിന്റെ മകനും കൂട്ടാളികളും കംസരാജുവിനെ കൊല്ലുവാനായിട്ട് വീട്ടിലേക്ക് എത്തും. കതക് തള്ളി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് കംസരാജു. അവിടെ വെച്ച് ഒരു വലിയ ഫൈറ്റ് നടക്കും. ആ ഫൈറ്റിനൊടുവിൽ കംസരാജുവാണെങ്കിൽ സെമീന്ദാറിന്റെ മകനെ കൊന്നു കളയുന്നു. ആരെ കൊന്നു കഴിഞ്ഞാലും ആ ഒരു പാപം തീർക്കുവാൻ വേണ്ടിയിട്ട് കാശിക്ക് പോകുന്ന പതിവ് കംസരാജുവിനുണ്ടായിരുന്നു. അങ്ങനെ കംസരാജു രംഗയും കൂട്ടി നേരെ കാശിക്ക് പോകും. അവിടെ വെച്ച് ഒരു അഘോരി പറഞ്ഞിരുന്ന ആ ഒരു കഥയുണ്ടല്ലോ, തന്റെ സഹോദരിക്ക് 3 കുട്ടികൾ ജനിക്കുമെന്നും അതിൽ 3ാമത്തെ കുട്ടിയാലാണ് കംസരാജുവിന്റെ നാശമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അവിടെ വെച്ച് ഓർത്ത് കംസരാജു ചിരിക്കും. അഘോരി പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞാണ് കംസരാജു ചിരിക്കുന്നതും. എന്നിട്ട് നടന്നു പോകുവാനായി ഒരുങ്ങുന്ന സമയം തന്നെ കാല് വഴുതി ഒരു ശൂലത്തിന് മുകളിലേക്ക് വീഴുവാനായും പോകും. അപ്പോൾ ആ അഘോരി അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, അഘോരി പറഞ്ഞതൊന്നും ഒരിക്കലും തെറ്റില്ല. നിന്റെ സഹോദരിയുടെ 3ാമത്തെ കുഞ്ഞിനാലാണ് നിനക്ക് നാശം സംഭവിക്കുന്നത്. ആ 3ാമത്തെ കുഞ്ഞിനാൽ ഒരാൾ നിന്റെ അടുത്തേക്ക് വരും നിന്നെ കൊല്ലുവാനായിട്ട്. അയാളാണ് നിന്നെ കൊല്ലാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അത് കേട്ട് കംസരാജ് പറയുന്നത്, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചു വരുന്നത്? എന്റെ സഹോദരി 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചെന്നും 3 കുഞ്ഞുങ്ങളെയും ഞാൻ അറിയാതെ എന്റെ വീട്ടിൽ തന്നെ അവൾ വളർത്തിയെന്നൊക്കെയാണോ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് കംസരാജ് ചിരിക്കുന്ന സമയത്ത് അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന രംഗ ഒരു കാര്യം ഓർക്കും. എന്തെന്നാൽ അന്ന് ആ ഒരു ബിരിയാണി സംഭവമുണ്ടല്ലോ, അതിൽ 3 പെൺകുട്ടികളെ രംഗ കണ്ടിരുന്നല്ലോ. അപ്പോൾ ഈ പറയുന്നതെല്ലാം സത്യമായിരിക്കാം. ആരും അറിയാതെ സഹോദരി 3 പെൺമക്കളെയും വളർത്തി കാണുമെന്നും ഞാൻ 3 പേരെയും കണ്ടിരുന്നുവെന്നും രംഗ പറയുന്നു. അത് കേട്ടതും കംസരാജുവിന് ചിലപ്പോൾ അത് സത്യമായിരിക്കാം എന്നുള്ള ചിന്ത വരുന്നു. അടുത്ത ദിവസം തന്നെ കൃഷ്ണ തന്റെ അമ്മയ്ക്കടുത്തെത്തിയിട്ട്, അമ്മേ ഞാൻ എന്ന് പറഞ്ഞ ഒരു കഥയില്ലേ, അത് ഞാൻ ബുക്കിൽ വായിച്ചതൊന്നുമല്ല, അത് യഥാർത്ഥ കഥയാ. കംസരാജു എന്നൊരാൾ അയാളുടെ സഹോദരിയുടെ മക്കളെ കൊല്ലുമെന്ന് പേടിച്ച് സഹോദരി 3 പെൺമക്കളെയും ആരും അറിയാതെ വീട്ടിൽ വളർത്തിയെന്ന് പറയുന്നു. കംസരാജുവിന്റെ കയ്യിൽ നിന്നും 3 പേരെയും ഞാൻ രക്ഷിക്കുമെന്ന് കൃഷ്ണ
അമ്മയോട് പറയുന്നു. കംസരാജുവിന്റെ പേര് കേട്ടതും അമ്മയ്ക്ക് പേടിയാകുവാനായും തുടങ്ങി. അമ്മ ഉടനെ തന്നെ അവനെ പൂജാ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് പറയുന്നത്, അന്ന് സ്വാമി എന്നോട് പറഞ്ഞിരുന്നു നിന്റെ ജാതകത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന്. അത് ചിലപ്പോൾ ഇതായിരിക്കാം. ദേ, നിന്റെ അച്ഛനെ കണ്ടില്ലേ? നിന്റെ അച്ഛനെ കൊന്നത് മറ്റാരുമല്ല കംസരാജുവാണെന്നും അമ്മ ആ ഒരു സത്യം തുറന്നു പറയുന്നു. അപ്പോഴാണ് കൃഷ്ണയുടെ അച്ഛൻ ആരെന്ന് കാണിക്കുന്നത്. അതാരെന്നാൽ കോടതി വളപ്പിൽ വെച്ച് ഒരു പോലീസ് ഇൻസ്പെക്ടറിനെ കംസരാജ് കൊന്നിരുന്നല്ലോ, അത് കൃഷ്ണയുടെ അച്ഛൻ തന്നെയാണ്. ആ ഒരു സത്യം മനസ്സിലാക്കി കൃഷ്ണ പറയുന്നത്, ഇപ്പോൾ കംസരാജുവിനെ കൊല്ലുവാനായിട്ടുള്ള കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും എന്റെ അച്ഛനെ കൊന്നതിന് പ്രതികാരം ഞാൻ ചോദിച്ചിരിക്കും എന്ന് അമ്മയോട് പറയുന്നു. അപ്പോൾ അമ്മ പറയുന്നത്, കംസരാജു ചെറിയ ആളൊന്നുമല്ല, അവനൊരു രാക്ഷസനാണെന്ന് അമ്മ പറയുന്നു. എന്നാൽ അതൊന്നും കേൾക്കാതെ കൃഷ്ണയാണെങ്കിൽ കംസരാജുവിനെ കൊല്ലുവാനായും തീരുമാനിക്കും. അടുത്ത ദിവസം കൃഷ്ണ ആ 3 പേരെയും പിന്നെ ദേവകിയും കൂട്ടി സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു അമ്പലമുണ്ടല്ലോ അവിടേക്ക് എത്തുകയാണ്. സത്യമെല്ലാം മനസ്സിലാക്കി കംസരാജുവും കൂട്ടാളികളും അമ്പലത്തിലേക്ക് എത്തും. 3 പെൺകുട്ടികളെയും കണ്ട കംസരാജു ദേവകിയോട് ചോദിക്കുന്നുണ്ട്, എടി ദ്രോഹി, എന്റെ വീട്ടിൽ നീ ഞാൻ അറിയാതെ 3 പേരെയും വളർത്തിയല്ലേ? നിന്നെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. നീ ഇതിൽ 3ാമത്തെ മകൾ ആരെന്ന് തുറന്നു പറ. അവളെ മാത്രമേ ഞാൻ കൊല്ലൂ. ബാക്കി 2 പേരെയും ഞാൻ ജീവിക്കാൻ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ട് കത്തി കയ്യിലെടുക്കും. അതേസമയം കൃഷ്ണ പറയുന്നുണ്ട്, എന്നെ മറികടന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവളെ കൊല്ലാനാകുമെങ്കിൽ കൊന്നുകള എന്ന് പറയുന്നു. എന്നാൽ കൃഷ്ണ പറയുന്നത് കേട്ട് ദേഷ്യമെന്ന കംസരാജുവാണെങ്കിൽ തന്റെ അസിസ്റ്റന്റിനെ കത്തി കൊണ്ട് കുത്തുകയാണ്. നീ അന്ന് ഈ ഒരു കാര്യം കണ്ടുപിടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു പീക്രി പയ്യൻ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. നീയാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞിട്ടാണ് അസിസ്റ്റന്റിനെ കൊന്നുകളയുന്നതും. അത് കണ്ട് രംഗയ്ക്ക് ദേഷ്യം വരും. എന്റെ അച്ഛൻ ഇത്രയും നാള് നിങ്ങൾക്ക് സത്യസന്ധനായല്ലേ ജോലി ചെയ്തത്? അങ്ങനെയുള്ള എന്റെ അച്ഛനെ നിങ്ങൾ കൊന്നുകളഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പോൾ രംഗയെയും കൊന്നുകളയും. കൂടെ നിന്നവരെ പോലും കൊന്നുകളയുന്ന നീചനാണ് ഈ കംസരാജു. എന്നിട്ട് നമ്മുടെ കൃഷ്ണയെ കൊല്ലുവാനായിട്ട് കംസരാജു പോകും. അവിടെ ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കുന്നു. ഒരു ഘട്ടത്തിൽ കൃഷ്ണയെ കൊല്ലുവാനായി നോക്കുന്ന സമയത്ത് കൃഷ്ണയുടെ അമ്മ അവിടേക്ക് വരും. എന്നിട്ട് തന്റെ കൈവശമുണ്ടായിരുന്ന കമ്പുപയോഗിച്ച് അവരെയൊക്കെ തല്ലുകയാണ്. അതിലൊന്നും അവർക്ക് പിടിച്ചു നിൽക്കുവാനായും പറ്റിയില്ല. കൃഷ്ണയെ കൊല്ലുമെന്ന ഘട്ടമായപ്പോൾ അവിടേക്ക് ഭഗവാൻ കൃഷ്ണൻ തന്നെ അവതരിക്കുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ലേ, ആ ഒരു ഗ്രാമത്തിൽ എന്ത് അനീതി സംഭവിച്ചാലും ഭഗവാൻ കൃഷ്ണൻ അത് തടുത്തു നിർത്തുവാനായിട്ട് ഭൂമിയിലേക്ക് അവതരിക്കുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. ഭഗവാൻ കൃഷ്ണന്റെ കയ്യിലുള്ള ആ ഒരു ചക്രമുണ്ടല്ലോ, അത് വന്ന് കംസരാജുവിനെ കൊന്നുകളയുന്നു. കംസരാജു എന്നൊരു പേടി സ്വപ്നം അവരുടെ ജീവിതത്തിൽ നിന്നും ഇപ്പോൾ പോയിരിക്കുന്നു. എല്ലാവരും സുഖമായി സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനായി ആരംഭിക്കുന്നു. അതോടുകൂടി സിനിമയുടെ കഥ അവസാനിക്കുകയാണ്. എന്നാൽ ഈ ഒരു സിനിമയുടെ അവസാനത്തിൽ കൃഷ്ണയും സത്യയും വിവാഹം കഴിച്ചോ, ബാക്കിയുള്ള 2 പെൺകുട്ടികളും ആരെ വിവാഹം കഴിച്ചു എന്നൊന്നും കാണിക്കാതെയാണ് അവസാനിക്കുന്നതും. ചിലപ്പോൾ അത് സെക്കൻഡ് പാർട്ടിൽ കാണിക്കുമായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.